പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കന്യാകുമാരിയിൽ 3 ദിവസത്തെ ധ്യാനത്തിനായി തിരിക്കുന്നു. അതിന്റെ തത്സമയത്തിലേക്കൊന്ന് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തുന്നതിന്റെ അല്പസമയത്തിനകം അല്ലെങ്കിൽ ഉടൻ തന്നെ നിമിഷങ്ങൾക്കകം അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, അങ്ങനെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കന്യാകുമാരി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ. ഇപ്പോൾ അദ്ദേഹം എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എത്തിയോ കന്യാകുമാരിയിലേക്ക്? അദ്ദേഹം 3 ദിവസത്തെ ധ്യാനത്തിനായിട്ടാണ് എത്തുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. എത്തിയോ അദ്ദേഹം? അരുൺ, കേൾക്കാമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്ക് എത്തുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കന്യാകുമാരിയിൽ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം ഉടൻ തന്നെ അല്പസമയത്തിനകം കന്യാകുമാരിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, പ്രധാനമന്ത്രി എത്തിയോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഹെലികോപ്റ്ററുകൾ ഇവിടെ എത്തി. അല്പസമയം 2 ഹെലികോപ്റ്ററുകൾ ഇവിടേക്ക് എത്തി. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ആകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് കുറച്ചപ്പുറത്താണ് പ്രധാനമന്ത്രി ഇറങ്ങുന്ന ഹെലിപാഡ്. തമിഴ്നാട് ഗസ്റ്റ് ഹൌസിനോട് ചേർന്നുള്ള ഗസ്റ്റ് ഹൌസിന്റെ ഏരിയയിലുള്ള ഹെലിപാഡ് അദ്ദേഹം ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ പോകുന്ന വിവേകാനന്ദ പാറയും തൊട്ടടുത്തുള്ള തിരുവള്ളൂർ പ്രതിമയുമാണ്. ഇവിടെയാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് അമ്മൻ കോവിൽ ദർശനവും കഴിഞ്ഞ് ഇവിടേക്കാണ് ബോട്ടിൽ എത്തുക. അതിനുള്ള ബോട്ടടക്കം എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇന്ത്യൻ നാവികസേനയുടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട്. നാവികസേന ഈ പാറയ്ക്ക് ചുറ്റും റോന്തു ചുറ്റുന്ന കാഴ്ചകളും കാണാം.